നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിവരാമന്റെ ആയാലും കറവക്കാരൻ ഗോപാലന്റെ ആയാലും ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത കൊച്ചിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവളെ അതിനെ അപ്പ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയായിരുന്നു വേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇതൊരു നല്ല കാര്യമല്ലേ? ആരുമില്ലാത്ത ഈ മോക്ക് നിനക്കൊരു അമ്മയാവാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തി കൂടിയല്ലേ? നിന്റെ വിഷമം ഈശ്വരൻ കണ്ടിട്ടുണ്ടാവും മോളെ. അതാ നിനക്ക് ഇങ്ങനൊരു ഭാഗ്യം തന്നത്. പ്രസവത്തിലൂടെ അമ്മയാവുന്നതിനേക്കാൾ പ്രയാസം മോളെ ഒരു വളർത്തമ്മയാവുന്നത്. നീ ഈ കുഞ്ഞിന്റെ വളർത്തമ്മയല്ല, പെറ്റമ്മ തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പ്. ഇപ്പൊ ഈ കുഞ്ഞ് നിന്റെ സ്വന്തമാ. നീ എടുക്കുവോ, കുളിപ്പിക്കുവോ, താരാട്ട് പാടുവോ, എന്ത് വേണേലും ചെയ്തു. എടുക്കരുതെന്നോ നോക്കരുതെന്നോ ആരും പറയില്ല. നല്ല സുന്ദരി മോള്. അതിരെ നീ മോക്കിത്തിരി പാല് കൊടുക്ക. അങ്ങനെ ശീലിപ്പിക്കണ ചേച്ചി, പിന്നീട് അത് ബുദ്ധിമുട്ടാവില്ലേ? കുപ്പിപ്പാല് കൊടുത്താ പോരെ? ഞാനത് കൊടുത്തു നോക്കി, കുടിക്കുന്നില്ല. തൽക്കാലത്തേക്ക് നീ കൊടുക്ക, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരേ ദിവസം ജനിച്ചവരല്ലേ ഇവര്. അപ്പോ മാലുമോളെ പോലെ തന്നെ ഇവളും മുലപ്പാല് കുടിച്ചെന്നെ വളരട്ടെ. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്താ ഇവളെന്റെ കൈകളിലെത്തിയത്. പാവം. എന്തായാലും കൂടുതൽ കഷ്ടപ്പെടുത്താതെ ചേച്ചിയുടെ കയ്യിൽ തന്നെ എത്തിച്ചല്ലോ ഈശ്വരൻ. ഈ മോൾ അതിന്റെ അമ്മയുടെ അടുത്തുള്ളതിനേക്കാൾ സുരക്ഷിതയായിട്ടല്ലേ ഇപ്പോൾ ഉള്ളത്. ഓ ഓ ചേച്ചി ഇങ്ങിതാ വാ. ഒരിക്കലും ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ച കാഴ്ചയായത്. നെല്ലിശ്ശേരിയിലെ സന്തതി അവകാശികളുടെ കയ്യിൽ തന്നെ കറങ്ങിത്തിരിഞ്ഞെത്തിയിരിക്കുന്നു. കൊണ്ട് കളഞ്ഞിട്ടും മുലപ്പാല് തേടി ഇവിടേക്ക് തന്നെ വന്നു. അധിക നാള് വെച്ചു പൊറുപ്പിക്കില്ല അവന്തിക. ചേച്ചി ഈ കുഞ്ഞിനെ വളർത്താനാണോ ചേച്ചിയുടെ തീരുമാനം? അതോ എല്ലാവരുടെ മുന്നിൽ ഒരു ആവേശത്തിന് പറഞ്ഞാണോ? അല്ല, ആവശ്യത്തിന് പറഞ്ഞതല്ല ഞാൻ. ഇവളെ എന്റെയും സച്ചേട്ടന്റെയും മോളായി തന്നെ വളർത്താനാണ് എന്റെ തീരുമാനം. എനിക്കൊരു കുഞ്ഞില്ല. ഓ, ഈ കുഞ്ഞിനാണെങ്കിൽ അമ്മയും ഓ ഓ. ഞാനും ഇവളുമായിട്ട് നേരത്തെ തന്നെ ഒരു ആത്മബന്ധം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മോളുടെ പേരെന്താ ഇടാ? മുന്നേ ശിവേണ്ണ എന്ത് ചേച്ചിയും പേര് വലുത് ഇട്ടോന്ന് എനിക്കറിയില്ല. ഇനിയൊരു പേരിടണം. ആ, എന്റെ മോളുടെ പേര് മാലു എന്നല്ലേ? അപ്പോ ഇവളെ നമുക്ക് മാളു എന്ന് വിളിച്ചാലോ? ഞാൻ പേരിട്ടതുകൊണ്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. മാളു എങ്കിൽ മാളു. മാളു ഞാനൊന്ന് കൊണ്ടുപോയി ഉറക്കട്ടെ.
അല്ലെങ്കിൽ എന്റെ ബാക്കി ജോലികളൊക്കെ മുടങ്ങും. ഏട്ടത്തിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ പോയത്. എന്താ കാര്യം? ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിരുന്നത് കണ്ടില്ല, അത് തന്നെയാ കാര്യം. ആ മോളെ കിട്ടിയപ്പോ ചേച്ചിക്ക് ഒരു പുതുജീവൻ കിട്ടിയതുപോലെ. ഇനിയിപ്പോ അതിന്റെ അവകാശവും പറഞ്ഞ് ആ പാവത്തിനെ ആരും വന്ന് സങ്കടപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. അതിന് ആ കുഞ്ഞിനെ ഇനി ആരാ അവകാശികൾ? ശിവേട്ട അതിനെ എവിടെ ഉപേക്ഷിച്ചു പോയതല്ലേ. ഇനി അയാൾ വരാനൊന്നും പോകുന്നില്ല. ആ മോള് ഏട്ടത്തിക്ക് സ്വന്തം തന്നെയാ. എന്റെ ചേച്ചിയെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാ മതിയായിരുന്നു. ആ, നന്ദേട്ടാ, നന്ദേട്ടനിത് എങ്ങോട്ടാ? മുകളിലേക്ക് പോകുന്ന എന്തിനാ? എന്താ മുകളിലത്തെ നില ഈ വീടിന്റെ ഭാഗമല്ലേ? ആ, അതല്ല, ഇതൊക്കെ ആയിട്ട് എന്തിനാ മുകളിലേക്ക് പോകുന്നേ? നമ്മുടെ മുറി താഴെയല്ലേ? ഈ വീടിനെ കുറിച്ചും ഇവിടുത്തെ മുറികളെ കുറിച്ചും നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട, എനിക്കറിയാതെ. സച്ചിയുടെ മോക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത് കൊടുക്കാനാ മുകളിലേക്ക് പോകുന്നത്. അത് ശരി, സച്ചിയുടെ കുഞ്ഞോ? അത് ശിവരാമന്റെ കുഞ്ഞാണെന്നല്ലേ എല്ലാരും പറയുന്നത്? വല്ലയിടത്തും കിടക്കുന്നതിനൊക്കെ നന്ദേട്ടൻ ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്ന എന്തിനാ? ഇപ്പൊ അർച്ചനയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ അവര് സ്വന്തം മകളായി വളർത്തുന്നത് കൊണ്ട് എനിക്കത് എന്റെ അനിയന്റെ മകള് തന്നെയാ. അനിയന്റെ മകളോ? അതെങ്ങനെ ശരിയാവും നന്ദേട്ടാ? അനിയന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കില്ല. പിന്നെങ്ങനെ അനിയനൊരു അച്ഛനാവുന്നേ? ആരാന്റെ കുഞ്ഞിന് അച്ഛനാവുന്നതൊക്കെ നാണക്കേടല്ലേ? ഡോക്ടർ സീലടിച്ചു വിട്ട പേപ്പറിലുണ്ട് അവൾ ഒരിക്കലും ഗർഭിണിയാവില്ല എന്നുള്ളത്. ഇപ്പൊ ഏതോ ഒരു തെരുവിൽ നിന്ന് ഏതോ ഒരു കൊച്ചിനെ എടുത്തോണ്ട് വന്ന് ഞാൻ അമ്മയായി എന്നങ്ങ് പറഞ്ഞ ആർക്കും അത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാനൊന്നും പറ്റില്ല. ശിവരാമന്റെ ആയാലും കറവക്കാരൻ ഗോപാലന്റെ ആയാലും ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത കൊച്ചിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവളെ അതിനെ അപ്പ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയായിരുന്നു വേണ്ടത്. നിന്റെ പ്രശ്നം എന്താണ്? ആ കുഞ്ഞ് ശിവരാമന്റെ ആയാലും മറ്റേതെങ്കിലും കറവക്കാരന്റെ ആയാലും നിനക്കൊരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.